ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് എക്കണോമിക്സിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് മുമ്പത്തെയൊന്നും അല്ല, 2024 തന്നെ കഴിഞ്ഞിട്ടുള്ള എക്സാമുകളിലെ കുറച്ച് എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. ഓക്കെ, അതായത് 2022-23 കൂടിയിട്ട് നമ്മുടെ ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കിയിട്ട് നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏതാണ്? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2023 ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2023 ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 38 ആണ് അല്ലേ? അപ്പോൾ എത്രാം സ്ഥാനമാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, 38. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സും കൂടെ ആണ് കേട്ടോ, അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് ഏതാണ്? അപ്പോൾ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഭൗമ താപോർജ്ജം. ഭൗമ താപോർജ്ജമാണ് ഊർജ്ജ സ്രോതസ്സ്, അതായത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത ഏതാണ്? ഓപ്ഷൻ സി ആണ്, നാഷണൽ വാട്ടർ ഹൈവേ 3 ആണ്. നാഷണൽ വാട്ടർ ഹൈവേ 3. അടുത്ത ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട്. ബഹുഭാഷാ തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുഭാഷ എന്നാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ അല്ലേ? ഒന്ന് അല്ലെങ്കിൽ കൂടുതൽ. പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് AI അടിസ്ഥാനമാക്കിയിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണ്? അനുവാദിനിയാണ്. അനുവാദിനിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധം ഇല്ലാത്തത് ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയായി ബന്ധം ഇല്ലാത്തത്? മഹലാനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിച്ചു. ഏതാണ് ആൻസർ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളത് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചുള്ളതാണ്? ഓപ്ഷൻസ് 2015 ജനുവരി 1 നിലവിൽ വന്ന സംവിധാനമാണിത്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിദഗ്ധോപദേശ സമിതിയാണ്. പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ വൈസ് ചെയർമാൻ. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് ഇതിൻ്റെ ചുമതല. അപ്പോൾ ഇതിലേതാണ് ഈ തന്നിരിക്കുന്ന സൂചനകൾ ഏതിൻ്റെയാണിത്? ഇത് ഓപ്ഷൻ ബി ആണ്, നീതി ആയോഗ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ? അപ്പോൾ ഇത് ഓപ്ഷൻ ബി ആണ്, നീതി ആയോഗിൻ്റെയാണ് ഇതെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? അഥവാ ഏതാണ് ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണം എന്താണ്? ഓപ്ഷൻ ബി ആണ്, ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയുമാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയുമാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് താഴെ പറയുന്നവയിൽ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതാണ്? അപ്പോൾ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതാണ്? വാണിജ്യ ബാങ്കുകളാണ്. ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് വാണിജ്യ ബാങ്കുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ്? ഓക്കെ, ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ വക്താവ് MS സ്വാമിനാഥനാണ്. രണ്ടാമത്തത് ആദ്യകാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മൂന്നാമത്തത് രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചിട്ടുള്ള കൃഷിരീതിയാണിത്. നാലാമത്തത് ഹരിത വിപ്ലവം വ്യവസായ വികസനം സാധ്യമാക്കി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാലിൻ്റെയും പയറുവർഗ്ഗങ്ങളുടെയും ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 1ാം സ്ഥാനമാണ് അല്ലേ? ഇന്ത്യക്ക് എന്ന് പറയുന്നത് 1ാം സ്ഥാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി ആണ്, അരവിന്ദ് പനഗിരിയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ് ആണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ, ശക്തികാന്ത ദാസ്. അടുത്തത് 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ഓപ്ഷൻ എ ആണ്, നിർമ്മല സീതാരാമൻ. ആരാണ്? നിർമ്മല സീതാരാമനാണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടെണ്ണം കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത ദാസ് ആണ്. ഇപ്പോഴത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. ഓക്കെ,
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണെന്ന് നോക്കാം. നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷൻ ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. അപ്പോൾ ആൻസർ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഉത്തരം. അടുത്തത്, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? എല്ലാവർക്കും അറിയാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 1950 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. അടുത്തത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO നിലവിൽ വന്ന വർഷം ഏതാണ്? 1995. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1995. അടുത്ത ക്വസ്റ്റ്യൻ, ലോകബാങ്കിൻ്റെ മറ്റൊരു പേര്, അതായത് വേൾഡ് ബാങ്ക് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഓപ്ഷൻ എ ആണ് അല്ലേ, IBRD എന്നാണ് അറിയപ്പെടുന്നത്. IBRD എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ എന്തൊക്കെയാണ് കാരണങ്ങൾ? ഫസ്റ്റ് ഓപ്ഷൻ ഗൾഫ് യുദ്ധമാണോ, അതോ വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവാണോ, അതോ ഉയർന്ന ഫിസ്ക്കൽ കമ്മിയാണോ, അതോ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവാണോ? ഏതാണ് ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ? അതായത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് എല്ലാം ശരിയാണ്. അതായത് നമ്മുടെ ഗൾഫ് യുദ്ധവും വിദേശ നാണയ കരുതൽ ഇതിൻ്റെ കുറവും ശേഖരത്തിൻ്റെ കുറവ്, അതുപോലെ തന്നെ ഉയർന്ന ഫിസ്ക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്, ഇത് എല്ലാം കൊണ്ട് തന്നെയാണ് 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് ഉണ്ടായ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് NCERTയിലുള്ളൊരു ഫാക്ടറാണ്. നമ്മുടെ +1 ടെക്സ്റ്റ് ബുക്കാണെന്ന് തോന്നുന്നു. അവിടെയൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതൊക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 1991 ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാനായിട്ട് ഗവൺമെൻറ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? അപ്പോൾ നമ്മുടെ 1991 ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാനായിട്ട് ഗവൺമെൻറ് സ്വീകരിച്ച അടിയന്തര നടപടിയാണ് വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. ഓക്കെ, മൂല്യച്യുതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. വിദേശ കറൻസികൾക്കെതിരെയുള്ള മൂല്യച്യുതി, രൂപയുടെ മൂല്യച്യുതി. അടുത്തത്, ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഹരിത വിപ്ലവത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഗ്രാമീണ അസമത്വം. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഹരിത വിപ്ലവത്തിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസാണ് വരുന്നത് എന്നല്ലേ. അപ്പോൾ നിങ്ങൾ ഹരിത വിപ്ലവത്തിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ശരിയല്ലാത്തത് ഗ്രാമീണ അസമത്വമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്, ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. ഓക്കെ, ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. അടുത്തത്, താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നത് ആർക്കൊക്കെയാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും, വ്യവസായശാലകളിലെ തൊഴിലാളികൾ, ഭിന്നശേഷിക്കാർ. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബവ്. ഓക്കെ, ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നത് എല്ലാവർക്കുമാണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ, അതായത് നമ്മുടെ ഔട്ട്സോഴ്സിംഗ് ഉണ്ടല്ലോ, ഈ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ? അപ്പോൾ ഏതൊക്കെയാണ് വസ്തുതകൾ എന്ന് നോക്കാം. വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ, കുറഞ്ഞ വേതന നിരക്ക്, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ആൻസർ ഏതാണ്? ആൻസർ സി ആണ്. ഓപ്ഷൻ 1ഉം 2ഉം ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? അപ്പോൾ ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? സാമ്പത്തിക വികസനത്തിൻ്റെ അടിത്തറ, ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന പങ്ക്, വ്യവസായികവൽക്കരണത്തിൻ്റെ അടിത്തറ, പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂല കാരണം. അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന പങ്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ് സ്വയം പദ്ധതിയുടെ സവിശേഷത എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ,
ഗുണമേന്മയുള്ളതും, അതായത് പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. അടുത്തത് നീതി ആയോഗിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? അപ്പോൾ ഏതാണ് നീതി ആയോഗിൻ്റെ ഇതിൽ ഉൾപ്പെടാത്തത്? അതായത് ചെയർപേഴ്സൺ സ്ഥാനം വഹിക്കുന്നത് അലങ്കരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നു. വിദഗ്ധോപദേശ സമിതിയായിട്ട് പ്രവർത്തിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഇതിൽ ഉൾപ്പെടില്ല. അപ്പോൾ നീതി ആയോഗിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്കണോമിക്സിൻ്റെ തന്നെ പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ, അതായത് 2024 ചോദിച്ചിട്ടുള്ള എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, താങ്ക് യു.